പഠനങ്ങൾ പുറത്തു വന്നു. കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി 10ാം ക്ലാസ്സും +2ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സമ്മർദ്ദം കൂടുതലാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും ചോദിക്കുന്നു, നിങ്ങൾ അടുത്തതായി എന്ത് ചെയ്യും? വലിയ ചോദ്യം, നിങ്ങൾ ഏത് കരിയർ തിരഞ്ഞെടുക്കണം? ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിലല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നും നിങ്ങൾ എന്താണ് ആസ്വദിക്കുന്നതെന്നും നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണെന്നും മനസ്സിലാക്കുന്നതിലാണ്. മറ്റുള്ളവർ പറയുന്നതിന്റെ പേരിലോ എല്ലാവരും ചെയ്യുന്ന കോഴ്സ് എന്ന രീതിയിലോ പല വിദ്യാർത്ഥികളും പല കോഴ്സുകളിലേക്കും കരിയറുകളിലേക്കും പോകാറുണ്ട്. ഉദാഹരണത്തിന്, അച്ഛൻ ഒരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്നതിലൂടെ, അമ്മ ഒരു എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിക്കുന്നതിലൂടെ, എന്റെ ചേട്ടൻ വളരെ വലിയ സ്കോപ്പുള്ള ഒരു ജോലിയിലേക്ക് പോകുന്നു എന്നതുകൊണ്ട് പലപ്പോഴും നിങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജോലിയും കരിയറും തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ ഒക്കെ പ്രശ്നം കിടക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, നിങ്ങളുടേതല്ലാത്ത ഒരു ജോലിയിലൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ ഉത്കണ്ഠയും ഫ്രസ്ട്രേഷനും ഒരുപക്ഷെ നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് തന്നെ പ്രശ്നകരവുമായിട്ടുള്ള ജോലികളിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. കയ്പുള്ള ഒരു ജ്യൂസ് കുടിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും ചെറിയ നേരത്തിൽ പോലും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവോ അതിലൊക്കെ എത്രയും ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഒരു തരത്തിലും താല്പര്യമില്ലാത്ത ഒരു കരിയറിൽ വർഷങ്ങളോളം നിങ്ങൾ ചെലവഴിക്കുക എന്നുള്ളത്. ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഏകദേശം 75% ആളുകളിലെങ്കിലും ജോലി സംബന്ധമായ ആൻസൈറ്റി ഉള്ളവരാണ്. കരിയറിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജോലി സംബന്ധമായ സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളാണ്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് 61% ജീവനക്കാരും തങ്ങളുടെ ജോലി കാരണം സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു കരിയർ അസസ്മെന്റ് ടെസ്റ്റിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. നിങ്ങളുടെ സ്വാഭാവികമായ കഴിവുകൾ, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ താല്പര്യങ്ങൾ ഇതൊക്കെ കണ്ടെത്താൻ ഇത്തരത്തിലുള്ള കരിയർ ഗൈഡൻസ് ടെസ്റ്റുകൾ കൊണ്ട് സാധ്യമാകും. നിങ്ങൾ വിജയിക്കാനും സംതൃപ്തി തോന്നാനും സാധ്യതയുള്ള ഒരു കരിയറിലേക്ക് അത്തരം കരിയർ ഗൈഡൻസ് ടെസ്റ്റുകൾ നിങ്ങളെ നയിക്കും. ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കോളേജ് സീറ്റിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്നും നിങ്ങളായി തന്നെ നിലനിർത്താൻ കഴിയുന്ന ഒരു ജോലി എവിടെയാണെന്നും നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി എന്താണെന്നും മനസ്സിലാക്കേണ്ടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ വെറുതെ ഒരു സീറ്റ് തിരഞ്ഞെടുക്കരുത്. വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി നിങ്ങളുടെ പാത തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങളുടെ കരിയർ വെറുമൊരു പരീക്ഷണമല്ല, ഒരു ചെറിയ ലക്ഷ്യസ്ഥാനമല്ല, അത് നിങ്ങളുടെ യാത്രയാണ്.